നമസ്കാരം. റാപ്പർ വേടൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വർഗീയത തുപ്പുന്ന പാട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കാരണം അത്തരത്തിലുള്ള വാർത്തകളും സംഭവങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ നടക്കുന്നതും. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. വിവാദങ്ങൾ സൃഷ്ടിക്കാനും ഈ റാപ്പർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നതും മലയാളികൾക്ക് പലതവണ വ്യക്തമായിട്ടുണ്ട്. വർഗീയത മാത്രം തുപ്പിക്കൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കും? ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല 4 വർഷ പാഠ്യപദ്ധതിയിൽ വിഷയമാക്കിയതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴിതാ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് BJP. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം MK അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രന് കത്ത് നൽകി. 3ാം സെമിസ്റ്റർ മലയാളം പാഠഭാഗത്തിലാണ് ഹിരൺദാസ് മുരളിയുടെ പാട്ട് പഠന വിഷയമാക്കിയത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഹിരൺദാസ് അറസ്റ്റിലായതും പുലിപ്പല്ല് കൈവശം വെച്ചതുമെല്ലാം AK അനുരാജ് കത്തിൽ പറയുന്നു. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യം ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സമ്മതിച്ച ആളാണ് വേടൻ. പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണ്. വേടന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ കൂടിയാകുമെന്ന് ആശങ്കയുണ്ട്. വേടന്റെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ രചനകൾ പാഠഭാഗമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് 3ാം സെമിസ്റ്റർ മലയാളം പാഠഭാഗത്തിലാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് പഠന വിഷയമാക്കിയത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ഗാനവും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വിദ്യാർത്ഥികൾ നടത്തേണ്ടിയിരുന്നത്. 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ 3ാം സെമിസ്റ്റർ BA മലയാള പുസ്തകത്തിലാണ് താരതമ്യ പഠനത്തിനായി മൈക്കിൾ ജാക്സന്റെ റാപ്പ് സംഗീതത്തിനൊപ്പം വേടന്റെ റാപ്പ് സംഗീതവും നൽകിയിരിക്കുന്നത്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പ്രസിദ്ധ റാപ്പ് സംഗീതമാണ് പഠിക്കാനുള്ളത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ഈ സംഗീതത്തിന്റെ ഉള്ളടക്കം. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന റാപ്പ് സംഗീതവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധ സമരങ്ങളിലും ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളിലെ കറുത്ത വർഗക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ, വർണ്ണവിവേചനം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച ഗാനമാണിത്. ജൂണിലാണ് 3ാം സെമിസ്റ്റർ ആരംഭിക്കുന്നത്. മറ്റ് ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മൈനർ പേപ്പറായി വേടന്റെ പാട്ട് എടുത്തു പഠിക്കാനാകും. സിലബസിൽ വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പഠിക്കേണ്ട റാപ്പ് സംഗീതത്തിന്റെ യൂട്യൂബ് വീഡിയോ ലിങ്കും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ ഒരു തീരുമാനത്തെ അനുകൂലിക്കാത്തവരാണ് കൂടുതലും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.